കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങ് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ക്ഷേത്രസന്നിധിയിൽ നിന്നും KP സുരേഷ് കുമാർ ചേർന്നു. KP, ഏറെ ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യം കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ. അതെ, അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തൂക്കമഹോത്സവത്തിന്റെ 6ാം സുദിനമാണിന്ന്. ഈ 6ാം സുദിനമായ ഇന്ന് തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷം 1150 തൂക്കക്കാരാണുള്ളത്. 1124 കുഞ്ഞുങ്ങളെയാണ് ഈ തൂക്ക നേർച്ച നേർന്നിരിക്കുന്നത്. അങ്ങനെ അവരെ ഈ വില്ലിന്മേൽ തൂക്കുന്നതിന് വേണ്ടി സജ്ജരാക്കിയിട്ടുള്ള 1150 പേരെയാണ് നമുക്കിത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുകയാണ്. അവരുടെ ശാരീരിക മാനസിക ക്ഷമത ഉറപ്പുവരുത്തുന്ന ഒരു ചടങ്ങാണ് ഈ നമസ്കാര ചടങ്ങ് എന്ന് പറയുന്നത്. 6 പ്രാവശ്യം, ഇന്ന് 6ാം സുദിനമായതുകൊണ്ട് തന്നെ 6 പ്രാവശ്യമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇവർ പ്രദക്ഷിണം ചെയ്യുക. ഇവർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരുടെ ശാരീരിക ക്ഷമത പരിശോധിച്ചുകൊണ്ട് ഇവരുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ 1150 പേരെ ഈ തൂക്കത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകം തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവരാണ് ഇപ്പോൾ ഈ നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 1150 തൂക്കക്കാരാണ് ഈ പ്രത്യേക വേഷവിധാനത്തോടെ. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു കളരിയുടെ അഭ്യാസ മുറകൾ. ആ ഒരു വേഷവിധാനത്തോടെ തന്നെയാണ് എല്ലാവരും ഈ ഒരു നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 1124 കുഞ്ഞുങ്ങളാണുള്ളത്. ഈ 1124 കുഞ്ഞുങ്ങൾക്ക് 1150 തൂക്കക്കാരാണ് ഈ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 26 തൂക്കക്കാർ പകരക്കാരാണ്. അങ്ങനെയാണ് 1150 തൂക്കക്കാരുള്ളത്. ഈ 1124 കുഞ്ഞുങ്ങളെ ഈ വില്ലിൽ തൂക്കാൻ നിയോഗിക്കപ്പെട്ടവർ. ഒരുപക്ഷെ ചിലപ്പോൾ ഇതിലാർക്കെങ്കിലും ആ ദിവസം എന്തെങ്കിലും വയ്യായ്മ അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് പകരമായിട്ടാണ് ഇത്തരത്തിൽ 26 തൂക്കക്കാരെ പകരക്കാരായി നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ 1150 തൂക്കക്കാരെ പൂർണ്ണമായും മാനസിക ശാരീരിക സജ്ജമാക്കുന്ന ഒരു ചടങ്ങാണ് ഈ നമസ്കാര ചടങ്ങ് എന്ന് പറയുന്നത്. ഇവർ 7 ദിവസം ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ ക്ഷേത്ര സന്നിധിയിൽ താമസിച്ചുകൊണ്ട് ക്ഷേത്രം നൽകുന്ന പ്രത്യേക ഭക്ഷണ പാനീയങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. പുറത്ത് ഇവർ പോകാൻ പാടില്ല, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ പൂർണ്ണമായും ശാരീരിക മാനസികമായും സജ്ജരാക്കുന്ന ചടങ്ങാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള ഒരു നമസ്കാര ചടങ്ങ് തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദേശത്തിൻ്റെ മഹോത്സവത്തിനാണ് ഇന്ന് 6ാം സുദിനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ദേവിയുടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ക്ഷേത്രമാണ് കന്യാകുമാരി ജില്ലയിലെ, തമിഴ്നാട് സംസ്ഥാനത്തെ കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് എന്നുള്ള ഈ തീരദേശ ഗ്രാമത്തിൽ കുടികൊള്ളുന്ന പുത്രിയായും രുദ്രിയായും വാണരുളുന്ന അമ്മയുടെ ദേശസ്വരൂപിണിയായ അമ്മയുടെ തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള 22ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാതമായ തൂക്ക മഹോത്സവം നടക്കുന്നത്. ആ തൂക്ക മഹോത്സവത്തിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങിൽ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശക്തിസ്വരൂപിയുടെ മൂലസ്ഥാനമായ വട്ടവിള മുടിപ്പുരയിൽ നിന്നും വേങ്കഞ്ഞി മുടപ്പുര. ഈ വേങ്കഞ്ഞി മുടിപ്പുരയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ. അതായത് ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്നത് ഈ സന്നിധിയിലാണ്. ഇതിന്റെ മൂലക്ഷേത്രം എന്ന് പറയുന്നത് വട്ടവിള ക്ഷേത്രമാണ്. ഇതിന് അല്പം അകലെയായിട്ടാണ് ആ ക്ഷേത്രമുള്ളത്. ഈ 10 ദിവസം ഉത്സവം തുടങ്ങിക്കഴിഞ്ഞ 10 ദിവസമാണ് ദേവിയെ ഇവിടെ പ്രത്യേക ചടങ്ങുകളോടെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ കുടിയിരുത്തുന്നത്. പിന്നീട് 10 ദിവസം ഈ ഉത്സവം കഴിയുന്നത് വരെ ഈ ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഈ നാടൊന്നാകെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി ഈ അമ്മ കുടികൊള്ളുന്നു എന്നതാണ് ഈ ദേവിയുടെ ഏറ്റവും വലിയ മാഹാത്മ്യം. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും മുന്നു തന്നെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് നാനാ മതസ്ഥർ, നാനാ
ജാതി മതത്തിൽപ്പെട്ടവർ എത്തി അവരുടെ അഭിഷ്ട കാര്യങ്ങൾ, അവരുടെ പരാധീനതകൾ, അവരുടെ സങ്കടങ്ങൾ ഈ അമ്മയ്ക്ക് മുന്നിൽ പറയുന്നു. അമ്മ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ അനുഭവസ്ഥർ തന്നെയാണ് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ വർഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികളോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ക്ഷേത്രം സെക്രട്ടറിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്ന് ആറാം ദിവസമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചടങ്ങുകൾ, ഈ നമസ്കാര ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ തൂക്കക്കാർ കുളി കഴിഞ്ഞ് ഒരു നമസ്കാരം ഉണ്ടായിരുന്നു, 5 വളയം. ഇപ്പോൾ വൈകുന്നേരം 5 മണിക്ക് കുളി കഴിഞ്ഞ് ഒരു നമസ്കാരം നടത്തുകയാണ്. ഇന്നും 5 വളയം ഉണ്ടാവും. 15-ാം തീയതി തുടങ്ങിയത്, മെനഞ്ഞാന്ന് രാവിലെ വൈകുന്നേരമാണ് ആരംഭിച്ചത്. അന്ന് മുതൽ അവർ വ്രതം അനുഷ്ഠിച്ച് ഇവിടെ കഴിയുകയാണ്. ഇനി തൂക്കം തീരുന്നത് വരെ ഈ ക്ഷേത്ര കാമ്പൗണ്ടിൽ തന്നെ ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ വളയം കൂടി വരും. അവസാനം 21 വളയത്തിൽ അവസാനിക്കും. അവസാനം അതായത് ഇവർക്ക് കായികമായ ശാരീരിക ക്ഷമത ഉണ്ടാവാൻ വേണ്ടി ഒരു എക്സർസൈസും കൂടിയാണ് അതിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഈ സൂര്യ നമസ്കാരമാണ് യഥാർത്ഥത്തിൽ. അതിങ്ങനെ വരുമ്പോൾ അവർക്കൊരു കായിക ബലം കിട്ടും. തൂക്കം കുഞ്ഞുങ്ങളെ കയ്യിൽ 1150 കുഞ്ഞുങ്ങളാണ് ഇക്കുറിയുള്ളത്. 1124 കുഞ്ഞുങ്ങൾ, 1150 തൂക്കക്കാർ. ഇവരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ്? ആദ്യം ഇവരെ രക്ഷകർത്താക്കളാണ് ഇവരെ കൊണ്ടുവരുന്നത്. അവരെ ഞങ്ങളൊരു മെഡിക്കൽ ടീം പരിശോധന നടത്തും. കായിക ശേഷിയും ആരോഗ്യവും അടുത്ത വേറെ അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് ഇവരെ ഇതിൽ നിയോഗിക്കുന്നത്. അത് ദേവസ്വത്തിൻ്റെ ഇവിടത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലായി. അവിടുത്തെ ആഹാരം, ഇവിടെ കൊടുക്കുന്ന വസ്ത്രം, ഇത് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇക്കുറി സാധാരണയായിട്ട് കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ്, ഈ 2 സംസ്ഥാനങ്ങളിലെ പല സ്ഥലങ്ങളിൽ നിന്ന് അധികവും കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കൾ എത്തുക. ഇക്കുറി എങ്ങനെയാണ്? ഇപ്രാവശ്യം കൂടുതൽ വരുന്നത് കേരളത്തിൽ നിന്നാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ല. തമിഴ്നാട്ടിലാണെങ്കിൽ കന്യാകുമാരി, തിരുനെൽവേലി എന്നീ ജില്ലകളിൽ നിന്ന് ദൂര സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അത് വേണം. ഓരോ വർഷം കഴിയുന്നവരും ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. പക്ഷേ തൂക്കം കഴിഞ്ഞ വർഷത്തേതിനേക്കാളും എണ്ണത്തിൽ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചാണല്ലോ. ആ ഒരു ജനറേഷൻ കുറവ് നമ്മളെ ബാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ജനനക്കുറവ് ആ ഒരു സാഹചര്യത്തിൽ കുറഞ്ഞു വരുന്നു. പക്ഷെ ഭക്തജനങ്ങളുടെ തിരക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ദേവി ഭദ്രയായും രുദ്രയായും കുടികൊള്ളുന്ന ദേവി 2 ക്ഷേത്രങ്ങളിലാണ് ഇതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ. അതായത് 2 ക്ഷേത്രമുണ്ട്. ഒന്ന് മൂലക്ഷേത്രം, നിത്യപൂജ നടക്കുന്നത് മൂലക്ഷേത്രത്തിൽ. ഇത് ഉത്സവം നടത്താൻ വേണ്ടി മാത്രം അതിൻ്റെ സൗകര്യമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ. എന്നിരുന്നാലും ഒരു വർഷത്തിലെ മണ്ഡലച്ചെറപ്പ് വരുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു വർഷം ഇവിടെയായിരിക്കും, ഒന്നിടവിട്ട്. അത് ഈ തൂക്കം, ഈ ഉത്സവം നടത്തുവാനുള്ള സൗകര്യം ഏറെ ഉള്ളതിനാലാണ് ഈ ക്ഷേത്രം അതിൽ നിലകൊള്ളുന്നത്. അതെ അമൽ, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ തൂക്ക കുഞ്ഞുങ്ങളുമായി എത്തിയ അമ്മമാരുടെ അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം. പേര് ഐശ്വര്യ. ഈ കുഞ്ഞിനെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് എത്തിയത്. എങ്ങനെയാണ് ആ ഒരു അമ്മയെ വിളിക്കാനുണ്ടായ ആ കാരണമൊക്കെ? അതെന്ന് പറയുന്നത് എനിക്ക് 10 വർഷത്തിന് ശേഷം കിട്ടിയ അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു നേർച്ചയാണ്. അപ്പം അമ്മയ്ക്ക് മുന്നിൽ കുഞ്ഞിനെയുമായിട്ട് വരാം എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെ ഇപ്പോൾ ഈ നമസ്കാര ചടങ്ങുകളൊക്കെ കാണുകയാണ്? 22-ാം തീയതിയാണ് കുഞ്ഞിനെ തൂക്ക നേർച്ച. പേടിയുണ്ടോ? അല്ല അമ്മ എല്ലാം കാത്തോളും എന്നുള്ള വിശ്വാസം? അമ്മ കാത്തോളൂ. കുഞ്ഞിന്റെ പേരെന്ന്? അനുഗ്രഹ. ഇത് തന്നെയാണ് അമൽ എല്ലാവർക്കും പറയാനുള്ളത്. കാരണം ഈ തൂക്ക നേർച്ച ഇത് കാണുമ്പോൾ ഒരുപക്ഷെ ഒരു ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും ഉയരത്തിലുള്ള ഈ വില്ലിൽ തൂങ്ങുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആശങ്ക പലർക്കും ഉണ്ടാവും. പക്ഷേ ആ ഒരു ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. കാരണം അത്രത്തോളം കായിക ക്ഷമത നേടിയവരാണ് ഈ തൂക്ക നേർച്ചയിൽ പങ്കെടുക്കുന്നത്. അത്രത്തോളം സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമാണ്
ഒരുക്കിയിരിക്കുന്നത്. ഈ തേര്, ഈ കുഞ്ഞുങ്ങളെ തൂക്കുന്ന ആ തേര് തന്നെ പല കുറി ഇതിൻ്റെ ബലം പരീക്ഷിച്ച് അത്തരത്തിൽ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ്. കൂടാതെ അമ്മ കാത്തുകൊള്ളും, ആ ഒരു വിശ്വാസം തന്നെയാണ് ജനസഹസ്രങ്ങളെ, ഭക്തസഹസ്രങ്ങളെ ഈ സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തൂക്കക്കാർ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനാ നിർഭരമാണ് എല്ലാവരുടെയും മനസ്സ്. കാരണം അമ്മ തന്ന കുഞ്ഞുങ്ങളാണ്, ഈ അമ്മ തന്നെ ഈ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളും, സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ആ വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു പൂർണ്ണതയോടെ തന്നെയാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ജനകോടികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച ഈ ക്ഷേത്ര ദേവസ്വം സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഓരോ വർഷവും ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാതിക്കും മതത്തിനും ഉപരിയായിട്ട് ഭക്തരൊക്കെയും കൊല്ലങ്കോട് അമ്മയുടെ ആ തിരുസന്നിധിയിലേക്ക് വരുന്നത്. അമ്മയോട് വിളിച്ച് അപേക്ഷിച്ചാൽ അമ്മ എല്ലാം തരും, അനുഗ്രഹം വാരിക്കോരിത്തരും. അത്തരത്തിലുള്ള ഒരു വിശ്വാസ പ്രമാണത്തോടെ തന്നെയാണ് ഇവിടത്തേക്ക് ഈ ഭക്തരൊക്കെയും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 പ്രാവശ്യമാണ് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഈ കാണുന്ന ഈ വേങ്കഞ്ഞി മുടിപ്പുര ക്ഷേത്രത്തിന് ചുറ്റും ഈ പ്രദക്ഷിണം ഉണ്ടാവുക. നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭദ്രയായും രുദ്രയായും വാണരുളുന്ന ഈ അമ്മ 2 ക്ഷേത്രങ്ങളിലാണ് കുടികൊള്ളുന്നത്. ഈ 10 ദിവസം ഉത്സവം നടക്കുന്ന 10 ദിവസമാണ് ഈ ക്ഷേത്രത്തിലേക്ക് അമ്മയെ എഴുന്നള്ളിക്കുന്നത്. കൂടാതെ വൃശ്ചിക മാസത്തെ 41 ദിവസം, അത് ഒന്നിടവിട്ട വർഷങ്ങളായിട്ടും അമ്മയെ ഇവിടത്തേക്ക് എഴുന്നള്ളിക്കും. അങ്ങനെ പ്രത്യേക ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. പക്ഷേ എല്ലാ വർഷവും ഈ 10 ദിവസം ഇവിടെ മുടങ്ങാതെ ഉത്സവം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ സംവിധാനങ്ങൾ, വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 2 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ഈ 2 സംസ്ഥാനങ്ങളുടെ ഭരണ സംവിധാനങ്ങളുടെ ഒരു മേളനം, ഒരു ഏകോപനം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മലയാളികൾ ഒഴുകിയെത്തുന്ന ക്ഷേത്രമാണ്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും മറ്റുള്ളവരും ഒഴുകിയെത്തുന്ന, കേരളത്തിനും തമിഴ്നാടിനും വെളിയിൽ നിന്നും അനേകം ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ 3ാം സുദിനമാണ് ഇപ്പോൾ ഈ തൂക്ക മഹോത്സവം, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. തീർച്ചയായും ഈ കൊല്ലങ്കോട് തൂക്കം എന്ന് പറയുന്നത് അതൊരു വെറുമൊരു ചടങ്ങല്ല, ഒരുപാട് വിശ്വാസമുള്ള ഐതിഹാസിക പോരാട്ടത്തിൻ്റെ വീര്യം കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കൊല്ലങ്കോട് തൂക്കം. അപ്പോൾ ഈ പിള്ളത്തൂക്കം എന്നറിയപ്പെടുന്ന ഈ തൂക്കത്തിൽ എത്രത്തോളം കുരുന്നുകളാണ്, എത്രയധികം കുരുന്നുകളാണ് ഈ വർഷത്തെ ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്, അല്ലെങ്കിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഈ വില്ലേറുന്നതിന് മുൻപ് ചില പ്രത്യേക ചടങ്ങുകൾ കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് വിശദീകരിക്കാം. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഈ വില്ലിലേറാൻ തയ്യാറായി നിൽക്കുന്നത്. അമ്മ കടാക്ഷിക്കുമെന്നാണ് വിശ്വാസം. നമുക്കറിയാം, ചരിത്ര പ്രസിദ്ധമാണ് ഈ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ തൂക്ക മഹോത്സവം. ആയിരക്കണക്കിന് ഭക്തരാണ് മീനഭരണി നാളിലെ ഈ പുണ്യനിമിഷത്തിൽ സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഐതിഹാസികമായ തൂക്കം നടക്കും. അവിടെ നിന്നും വിവരങ്ങളുമായി KP സുരേഷ് കുമാർ ചേരുന്നുണ്ട്. KP, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ ഓർമ്മ കൂടി പുതുക്കിയാണ് ഈ വില്ലിലേറ്റം അല്ലെങ്കിൽ ഈ പിള്ളത്തൂക്കം കടന്നു പോകുന്നത്. എത്രയധികം കുരുന്നുകളാണ് ഈ വർഷം ഈ വില്ലിലേറാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്? ഒപ്പം എന്തൊക്കെ ക്രമീകരണങ്ങൾ, ചടങ്ങുകൾ? അശ്വരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കുറി 1124 1150 തൂക്കക്കാരാണ് ഈ ചടങ്ങിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വില്ലിൽ ഉയരുന്നത്. ഈ തൂക്കക്കാരുടെ ശാരീരിക ക്ഷമതയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ചടങ്ങാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. മഹോത്സവത്തിൻ്റെ 6ാം സുദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ 6ാം സുദിനം 6 പ്രാവശ്യമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ പ്രത്യേക വേഷവിധാനങ്ങളോടുകൂടി ഈ തൂക്കക്കാർ സൂര്യ നമസ്കാരം നടക്കുക, ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു അടിസ്ഥാനം തന്നെയാണ് ഈ പ്രത്യേകമായ ചടങ്ങുകൾക്ക് പിന്നിലുള്ളത്. അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ ഒരു വഴക്കം നേടിയ തൂക്കക്കാരാണ് 22ാം തീയതി ചരിത്ര പ്രസിദ്ധമായ ഈ കൊല്ലങ്കോട്
ഇവിടെ തൂക്കത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വില്ലിൽ തൂങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ശക്തിസ്വരൂപിണിയായ അമ്മ ഭദ്രയായും രുദ്രയായും വാണരുളുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രം വിഭിന്നമാകുന്നത് 2 ഭാവങ്ങളിലുള്ള ഈ ദേവി 2 ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു എന്നതാണ്. അതായത് മൂലസ്ഥാനമായ വട്ടവിള മുടിപ്പുരിയിലാണ് സാധാരണ ഈ ദേവിയുടെ പ്രതിഷ്ഠയുണ്ടാവുക. അവിടെയാണ് ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തുക. പക്ഷേ ഈ 10 ദിവസം ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ഈ വേങ്കഞ്ഞി മുടിപ്പുരയിലേക്ക്, നമ്മളിപ്പോൾ കാണുന്ന ഈ ക്ഷേത്രസന്നിധിയെ വേങ്കഞ്ഞി മുടിപ്പുര എന്നാണ് പറയുന്നത്, അവിടത്തേക്ക് ദേവിയെ എഴുന്നള്ളിക്കും. പിന്നീട് ഈ ദേവിയെ 10 ദിവസം ഇവിടെ കുടിയിരുത്തും. അതിനുശേഷമാണ് ഈ പ്രത്യേക ചടങ്ങുകളിലേക്ക് കടക്കുക. ദേശാധിപനായ മഹാദേവന്റെ തിരുസന്നിധിയിൽ അതിനിടയിൽ ഈ എഴുന്നള്ളത്ത് വിശ്രമിച്ച് മഹാദേവന്റെ അനുഗ്രഹവും വാങ്ങിയതിനു ശേഷമാണ് ഈ മുടിപ്പുരയിലേക്ക് ഈ എഴുന്നള്ളത്ത് എത്തിച്ചേരുകയും പ്രത്യേക ചടങ്ങുകളോടി ദേവിയെ ഇവിടെ കുടിയിരുത്തുകയും ചെയ്യുക. അതിനുശേഷം ഈ കുടിയേറ്റ് നടക്കും. കുടിയേറ്റത്തോടുകൂടി തന്നെയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കുക. ഇന്ന് 6-ാം ദിവസമാണ്. 6 ദിവസമായി കഴിഞ്ഞു ഈ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-ാം നാളാണ് കൊല്ലങ്കോടിന്റെ ഒരു ദേശീയ ഉത്സവം തന്നെ എന്നറിയപ്പെടുന്ന കൊല്ലങ്കോട് തൂക്കം നടക്കുക. അന്ന് അമ്മയുടെ പിറന്നാളാണ്, മീനഭരണി ദിനമാണ്. അമ്മയുടെ പിറന്നാൾ ദിവസമാണ് പ്രഖ്യാതമായ ചരിത്ര പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം നടക്കുക. അതിലേക്ക് എല്ലാവരും ആകാംക്ഷയുടെ ഭക്തിനിർഭരമായി കാത്തിരിക്കുകയാണ് ആ സുദിനത്തിന് വേണ്ടി. അന്നാണ് കുഞ്ഞുങ്ങളെ ഈ വില്ലിൽ തൂക്കുന്നത്. കുഞ്ഞുങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഞങ്ങളെയൊക്കെ ഒരു കുഞ്ഞ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി കുഞ്ഞുങ്ങളെ ലഭിച്ച മാതാപിതാക്കളാണ് ഈ തൂക്ക സന്നിധിയിലേക്ക് കുഞ്ഞുങ്ങളെയുമായിട്ട്, ഈ കൈക്കുഞ്ഞുങ്ങളെയുമായിട്ട് വരുന്നതും ഈ വില്ലിൽ തൂങ്ങുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അല്പസം മുമ്പ് കണ്ടതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെയും ഇവിടെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ ഓരോ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന കാഴ്ചയുമുണ്ട്. അങ്ങനെ ആ തൂക്കക്കാർ അവർക്കറിയാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്നാളാണ് വില്ലിൽ തൂക്കുന്നത്. അങ്ങനെ അവർക്ക് മുമ്പേ തന്നെ പരിചയമുണ്ട്. നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആരാ വേണമെന്ന് തിരഞ്ഞെടുക്കാം. അങ്ങനെ അവരുമായിട്ട് ഒരു മാനസിക ഐക്യം കൂടി അവർ വെച്ച് പുലർത്തുകയാണ്. ആ കുഞ്ഞുങ്ങളെ, ആ തൂക്കക്കാരെ കണ്ട് മനസ്സിലാക്കി. കാരണം ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവർ ആകാശത്തേക്ക് ഉയരുന്നത്, ഈ വില്ലിൽ തൂങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ ഭയപ്പാടോടെ ഇരിക്കാം. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവർ 7 ദിവസവും ഈ സന്നിധിയിലേക്ക് വന്ന് കുഞ്ഞുങ്ങളുമായി ഇടപെട്ട് അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു പ്രാപ്തിയിലേക്ക് ഈ തൂക്കക്കാരും ഈ കുടുംബങ്ങളും എത്തുകയാണ് ചെയ്യുന്നത്. ഈ കുടുംബങ്ങൾ ഈ തൂക്കക്കാരെ കാണാൻ വരുമ്പോൾ അവർക്ക് പഴവർഗ്ഗങ്ങളും അങ്ങനെയുള്ള അവരുടെ ശാരീരിക വ്യായാമത്തിന്, ശാരീരിക ക്ഷമതയ്ക്ക് ആവശ്യമായ വസ്തുക്കളുമൊക്കെ ആയിട്ട് വരുന്ന കാഴ്ചയും നമ്മൾ അല്പസമയം മുമ്പ് കാണുകയുണ്ടായി. അങ്ങനെ ഈ ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തർ അവരൊക്കെയും അമ്മയ്ക്ക് മുന്നിൽ തങ്ങളുടെ പരാധീനതകൾ, തങ്ങളുടെ ആവലാതികൾ, തങ്ങളുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇനിയെല്ലാം അമ്മ നോക്കിക്കോളുമെന്ന് അവർക്കറിയാം. ജ്ഞാനത്തോടെയാണ്, അനുഭവ പരിചയത്തോടെയാണ്, അനുഭവങ്ങളോടെയാണ് ഓരോ ഭക്തരും പല നാടുകളിൽ നിന്നും ഇവിടത്തേക്ക് വരുന്നത്. അമ്മയെ വിളിച്ചു പറഞ്ഞാൽ അമ്മ അനുഗ്രഹിക്കാത്തതായിട്ടൊന്നുമില്ല, അമ്മ നേടിത്തരാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ മനമറിഞ്ഞ് വിളിക്കുമ്പോൾ മനമറിഞ്ഞ് അമ്മ എല്ലാം നൽകുന്നു. ആ അമ്മയ്ക്ക് മുന്നിലിതാ ഭക്തർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഈ 10 ദിവസവും ഇവിടത്തേക്ക് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഒഴുകിയെത്തുന്നു. 10-ാം സുദിനമായ ഈ മീനഭരണി ദിവസം, അമ്മയുടെ പിറന്നാൾ ദിവസം എല്ലാ ആൾക്കാരും ഈ കൊല്ലങ്കോടേക്ക് എത്തുന്നു. ഈ സമീപ ജില്ലകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരൊക്കെയും ഭാഷയ്ക്കും ദേശത്തിനും ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഭക്തിയുടെ ഒരു സമ്മേളനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ മനോഹരമായ ആ കാഴ്ചയുടെ ആ തിരുസന്നിധിയിലാണിതാ ഇതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ചടങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമസ്കാര ചടങ്ങ്, തൂക്കക്കാരുടെ
നമസ്കാര ചടങ്ങാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാര ചടങ്ങ് അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. 6 പ്രാവശ്യമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇവർ വലം വയ്ക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക. പ്രത്യേക വേഷവിധാനങ്ങളുടെ കളരിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുഷ്ഠാന ചടങ്ങുകളാണ് വേഷവിധാനങ്ങളിലും ചടങ്ങുകളിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അവർക്ക് മാനസികമായ ഒരു ശക്തി വേണം, അതിലുപരി ശാരീരികമായ ഒരു ശക്തി വേണം. അതിന് പാകപ്പെടുത്തുന്ന ഒരു ആചാര രീതി തന്നെയാണ് ഇവിടെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും അനുഷ്ഠാനത്തിൻ്റെയും ആചാരാനുഷ്ഠാനത്തിൻ്റെയും കാര്യത്തിലായി കഴിഞ്ഞാലും ആ ഒരു കൃത്യനിഷ്ഠത പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ തൂക്കുകാരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നത്. ഇവർ ഈ 7 ദിവസം കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ഇവർക്ക് പ്രത്യേക താമസിക്കാനും മറ്റുമുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്, ഇവർക്ക് പ്രത്യേക ഭക്ഷണപാനീയങ്ങളുണ്ട്. അങ്ങനെ അവർ അതുപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മെയ്വഴക്കം കൂടി സിദ്ധിച്ചുകൊണ്ട് ഈ തൂക്കക്കാരായി മാറുകയാണ്. ഇതാ ഈ തൂക്കക്കാരുടെ ഈ ചടങ്ങ് ഇവിടെ ഇന്നത്തെ ചടങ്ങ് അവസാനിച്ചു കഴിഞ്ഞു. അവരൊക്കെയും ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇനി ദേവിയെ തൊഴുന്നതിന് ശേഷം തങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട തങ്ങളുടെ സ്ഥലത്തേക്ക് പോകും. അത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേവീ സ്തുതികളോടെ ഇപ്പോൾ ഈ അമ്മേ ഭഗവതി, അമ്മേ രക്ഷിക്കടേ, അമ്മേ നാരായണ എന്നുള്ള മന്ത്രധ്വനികളോടെ അവർ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും KP കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം തൂക്കമഹോത്സവത്തിന്റെ ഭാഗമായുള്ള തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. KP സുരേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KP, അതിസാഹസികമായ ഒരു ചടങ്ങാണ് ഈ വില്ലിലേറ്റം. അപ്പോൾ ഈ ക്ഷേത്ര സമിതിയും ഭരണസമിതിയും പോലീസുകാരും എന്തൊക്കെ സജ്ജീകരണങ്ങളാണ്, സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് സംഘാടകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ ഒരു വിന്യാസം, സുരക്ഷയും ഉറപ്പുവരുത്താൻ വേണ്ടി ഇവിടെയുണ്ട്. അത് കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം വന്നുകൊണ്ട് ഇവിടെ ഓരോ ദിവസവും സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ്, ഡോക്ടേഴ്സായി കഴിഞ്ഞാലും നഴ്സുമാരായി കഴിഞ്ഞാലും മറ്റ് ആരോഗ്യ പ്രവർത്തകരായി കഴിഞ്ഞാലും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിലുള്ളത്. ആംബുലൻസുകളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സ് സംവിധാനങ്ങളുണ്ട്. കുടിവെള്ളം ഉറപ്പുവരുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത സംവിധാനം, ഇവിടത്തേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. KSRTCയുടെ ഭാഗത്തായി കഴിഞ്ഞാലും ഇവിടെ തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തായി കഴിഞ്ഞാലും ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തുനിന്നായി കഴിഞ്ഞാലും എല്ലാ സംവിധാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇനി 22-ാം തീയതി ഇവിടത്തേക്ക് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തീരദേശ ഗ്രാമം മറ്റൊരു ജനസമുദ്രമായി മാറും, മറ്റൊരു ജനസാഗരമായി മാറും. അപ്പോൾ അവർക്ക് വരാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് എല്ലാ തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ, അവർക്കുള്ള കുടിവെള്ളം, ഭക്ഷണപാനീയങ്ങൾ, വരുന്നവർക്കൊക്കെയും മനം നിറഞ്ഞ് അമ്മയെ കണ്ട് തിരിച്ചു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വില്ലിൻ്റെ കാര്യം തന്നെയാണ്. ഈ വില്ലിൽ തൂക്കം നടത്തുന്ന ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ഈ വില്ല് കൃത്യമായി ഇതിൻ്റെ ബലം പരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ എല്ലാ ദിവസവും വന്ന് ഇതിന്റെ ക്ഷമത അപ്പോൾ അവിടെ എല്ലാ ഒരുക്കങ്ങളും സജ്ജമാണ്. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം, അവിടെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. ഞങ്ങളുടെ പ്രതിനിധി KP സുരേഷ് കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങൊക്കെ പ്രേക്ഷകർ കണ്ടിരുന്നു.